ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 209 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സുരേഷ് എം കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി തങ്കം രാമകൃഷ്ണൻ മലപ്പുറം ആണ്. പിന്നെ നമുക്ക് ഭജന പാടുന്നത് നിഹാര ആണ്. ശ്രീമതി തങ്കം, ഞാനിപ്പോൾ ഓങ്കാരം പറഞ്ഞു കഴിയുമ്പോൾ, ഓങ്കാരവും ഭഗവാന്റെ ഗായത്രിയും പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളും. സായിരാം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्ति. ശ്രീമതി തങ്കം വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളും. 10 മിനിറ്റ് കഴിയുമ്പോൾ വായന നിർത്തണേ. 10 മിനിറ്റ് വായിക്കുക, 12-13 മിനിറ്റ് അനുഭവം പറയാം. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ ശതകോടി പ്രണാമം. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂർ സത്യസായി സമിതിയുടെ കീഴിൽ കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് താമസിച്ചു വരുന്ന ഒരാളാണ്. എൻ്റെ ഭർത്താവ് BSNL അക്കൗണ്ട്സ് ഓഫീസറായി റിട്ടയർ ചെയ്ത ആളാണ്. ഞങ്ങളുടെ മക്കളെന്ന് പറയുന്നത് ഭഗവാൻ തന്ന ബാലവികാസ് കുട്ടികളാണ്. ഞാൻ മുദ്രപത്രങ്ങളുടെ ഒരു ബിസിനസ് നടത്തി വരുന്ന ആളുകൂടിയാണ്. ദാറ്റ് ഈസ് സ്റ്റാമ്പ് വെണ്ടർ. ഓക്കെ, സായിരാം. ഭാരത സൗന്ദര്യം കാരുണ്യത്തിലാണെന്ന ഭഗവാന്റെ അവതാരവാണിയാണ് ഞാനിന്ന് വായിക്കുന്നത്. ഈ പുണ്യഭൂമിയിലെ വാസ്തവികമായ സൗന്ദര്യമാണ് കാരുണ്യം. ഇന്നത്തെ മനുഷ്യനാകട്ടെ ഇതേക്കുറിച്ച് ഒരു ധാരണയുമില്ല. കാരുണ്യമാണ് നാടിന്റെ സൗന്ദര്യസാരമെന്ന് തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല. കാരുണ്യമില്ലാത്ത ഒരാൾ മനുഷ്യനേയല്ല. ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവരോടും പാവങ്ങളോടും നമുക്ക് അനുകമ്പയും കാരുണ്യവും ഉണ്ടാകണം. പക്ഷേ ആധുനിക മനുഷ്യൻ അവർക്കു നേരെ മുഖം തിരിക്കുന്നു. സത്യത്തിൽ ഭാരതീയരുടെ ഏറ്റവും വിലപ്പെട്ടതും പവിത്രവുമായ മന്ത്രമാണ് സഹനം. അറിവില്ലായ്മ കൊണ്ട് മനുഷ്യൻ ഇങ്ങനെയുള്ള മന്ത്രത്തെ വെടിഞ്ഞ് യന്ത്രതന്ത്രങ്ങൾക്ക് പിടികൊടുത്തിരിക്കുന്നു. ഭക്തന് തീർച്ചയായും ഉണ്ടാകേണ്ട ഗുണമാണ് കാരുണ്യം. വിഗ്രഹങ്ങളെ വണങ്ങുന്നതോ നോമ്പ് നോൽക്കുന്നതോ ചില ആചാരങ്ങൾ നടത്തുന്നതോ ഭക്തി എന്ന് പല ആളുകളും ധരിച്ചിരിക്കുന്നു. എന്നാൽ അത്ര എളുപ്പമൊന്നുമല്ല കാര്യം. കാരുണ്യത്തെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നതാണ് ഭക്തന്റെ കടമ. വിശേഷിച്ച് ഭാരതീയരുടെ സത്യനിഷ്ഠയാണ് യഥാർത്ഥ തപസ്. ഇന്ന് മനുഷ്യൻ ഈ തത്വം മറന്നിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന കാരുണ്യമെന്ന ഗുണം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം. ഒരുവന് തൻ്റെ അമ്മയോടുള്ള സ്നേഹമാണ് ഈ നാടിൻ്റെ അമൃത അനുഭവം. ഓരോ സ്ത്രീയെയും സ്വന്തം അമ്മയായി കാണുക എന്ന പ്രധാന കർത്തവ്യം ഇന്ന് ആളുകൾ അവഗണിക്കുന്നു. ഈ മാതൃപ്രേമം പോലെ മഹത്തരവും മാധുര്യമുള്ളതുമായി മറ്റൊന്നും ലോകത്തില്ല. ഈ അനുഭൂതി വളർത്തിയെടുത്ത വ്യക്തി ഏറ്റവും ഭാഗ്യശാലി. വിലയ്ക്ക് വാങ്ങുവാനോ വാടകയ്ക്ക് എടുക്കുവാനോ കഴിയാത്തതാണ് ഈ ഗുണം.
ഒരുവന് തന്റെ അമ്മയോടുള്ള സഹജമായ സ്നേഹത്തിൽ നിന്നാണ് മറ്റുള്ളവരെയും അമ്മയായി കാണാനുള്ള ഭാവന ഉടലെടുക്കുന്നത്. ഭാരതീയർ ഇത്തരം ഉത്തമ ഗുണങ്ങളെ പുറന്തള്ളി വ്യർത്ഥമായ സംസ്കാരത്തെയും രീതികളെയും അനുകരിക്കാൻ തുനിയുന്നു. പ്രാണവായുവിനെ പോലെ കണക്കാക്കിയാണ് ഇവർ അതിരറ്റ ആവേശത്തോടെ വിദേശ സംസ്കാരത്തിനു പിന്നാലെ പായുന്നത്. ലോകത്തിൽ പ്രേമത്തേക്കാൾ വലുതായി യാതൊന്നുമില്ല. ഇന്ന് ലൗകികവും ദൈവികവുമായ പ്രേമം നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം. എന്നാൽ ആത്മാനന്ദം അലിഞ്ഞു ചേർന്ന പ്രേമം കാണുക വളരെ വിഷമം. ശാരീരിക തലത്തിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന ഒന്ന് മാത്രമല്ല പ്രേമം, ഇരു ഹൃദയങ്ങൾ തമ്മിലുള്ളതാണ് യഥാർത്ഥ പ്രേമം. ഇത്തരം നിർമ്മല പ്രേമത്തെ ഭാരതീയർ ഇന്ന് അവഗണിക്കുന്നു. പ്രാചീന കാലം മുതൽ ഭാരതം എന്ന പുണ്യഭൂമിയെ കൺപോളകൾ കൃഷ്ണമണികളെ എന്ന പോലെ കാത്തുവരുന്നതും നിലനിർത്തുന്നതും ഈശ്വരനോടുള്ള പ്രേമം മാത്രമാണ്. മുഴുവൻ പ്രപഞ്ചത്തിലും ഈ ദിവ്യപ്രേമം വ്യാപിക്കുന്നു. എവിടെ നോക്കിയാലും ആ സാന്നിധ്യമുണ്ട്. ദിവ്യപ്രേമം ഇല്ലാതെ മറ്റൊന്നും ലോകത്തിലില്ല. മറ്റു തരത്തിലുള്ള പ്രേമമൊക്കെ വെറും മൗഢ്യം. ഒരുവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉറവയെടുക്കുന്നതാണ് ശരിയായ പ്രേമം. അത് വളർത്തിയെടുക്കുന്നതും മറ്റുള്ളവരുമായി പങ്കിടുന്നതും ഏറ്റവും സന്തോഷമുളവാക്കുന്നതാണ്. ഇന്ന് എന്നും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭൗതിക തലത്തിലുള്ള പ്രേമമേയുള്ളൂ. പക്ഷേ അതിനെ യഥാർത്ഥ പ്രേമം എന്ന് വിളിക്കാൻ പറ്റില്ല. വാസ്തവിക പ്രേമം പരിശുദ്ധവും ദിവ്യവും സ്വാർത്ഥരഹിതവും അതാകട്ടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകേണ്ടതുമാണ്. ഇത്തരം പ്രേമം വളർത്തിയെടുക്കൂ, പോഷിപ്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ഈ നിർമ്മല പ്രേമം ഉണ്ടാകുമ്പോഴേ പ്രേമസ്വരൂപന്മാരെ എന്ന് വിളിക്കപ്പെടുവാൻ നിങ്ങൾക്ക് അർഹത കൈവരൂ. ഈശ്വരൻ സർവവ്യാപി. ആരാണ് ഈശ്വരൻ? വാസ്തവത്തിൽ നിങ്ങൾ തന്നെ. ആ നിലയിലെത്താൻ നിങ്ങൾ യത്നിക്കണം. ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വിളങ്ങുന്ന ദൈവികതയെ മറക്കരുത്. ദൂരെയെങ്ങോ താമസിക്കുകയാണ് ദൈവമെന്ന് ചിലർ കരുതുന്നു. ഭക്തനായ പ്രഹ്ലാദ ബാലൻ പറഞ്ഞു, ഈശ്വരൻ ഇവിടെയുണ്ട് അവിടെയില്ല എന്നിങ്ങനെ സംശയിക്കാതിരിക്കൂ. എവിടെയെല്ലാം നിങ്ങൾ തേടുന്നുവോ അവിടെയൊക്കെ ഈശ്വരൻ ഉണ്ടാകും. ഇതാണ് ഭാരതത്തിന്റെ യഥാർത്ഥ സംസ്കാരം. ഇന്ന് പക്ഷേ നമുക്കിത് കാണാൻ കഴിയുന്നില്ല. എല്ലാവരും ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലുന്നു. എന്നാൽ എവിടെയാണ് ഭഗവാൻ? നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ. അവിടുത്തേക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു ഭേദവുമില്ല. തന്നിലടങ്ങിയിരിക്കുന്ന ദിവ്യത്വം മറന്ന് മനുഷ്യൻ നിസ്സാര വസ്തുക്കൾക്ക് പിന്നാലെ ഓടുന്നു. ഏതു ചുറ്റുപാടിലും പ്രേമം കൈവിടാതിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് പ്രേമമാണ്. ഈ സമ്പത്തിനെ മറക്കുന്നവൻ മനുഷ്യനേയല്ല. നമ്മൾ അച്ഛനമ്മമാരെയും കൂടപ്പിറപ്പുകളെയും സ്നേഹിക്കുന്നു. ഈ ബന്ധുക്കളൊക്കെ ആ ദിവ്യ നാടകത്തിലെ കഥാപാത്രങ്ങൾ മാത്രം. അതിനാൽ യഥാർത്ഥ പ്രേമം വളർത്തിയെടുക്കണം. വാസ്തവത്തിൽ അതെപ്പോഴും നിങ്ങളിൽ തന്നെയുണ്ട്. അതിനാൽ പുറമേ തിരയേണ്ടതില്ല. ജയ് സായിരാം. അനുഭവം പറഞ്ഞോളൂ കേട്ടോ. ഓം ശ്രീ സായിരാം. ഞാന് തിരൂർ സമിതിയുടെ കീഴിൽ 2006 മുതൽ ബാലവികാസ് നടത്തി വരുന്ന ഒരു ബാലവികാസ് ഗുരു കൂടിയാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്നോളം ആ ബാലവികാസ് മുടങ്ങാതെ നടന്നു വരുന്നു. ആരോഗ്യമുള്ളിടത്തോളം സമയം ഞാനത് നടത്തുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നിവിടെ വളരെ ചുരുക്കി 2 അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടായത് 2001 2000 ആണ്ടിലാണ് ഞങ്ങൾ വീട് വെച്ച് ആ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയത്. അപ്പോൾ എൻ്റെ ഭർത്താവ് ദിവസവും കുറ്റിപ്പുറത്ത് എന്ന സ്ഥലത്ത് നിന്ന് ട്രെയിനിന് സീസൺ ടിക്കറ്റ് എടുത്ത് കോഴിക്കോട് പോയി ജോലി ചെയ്ത് വരുക ആളായിരുന്നു. കാലത്ത് 7:30-ക്കുള്ള ട്രെയിനിന് പോയി വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ലോക്കൽ ട്രെയിനിന് തിരിച്ച് 8 മണിക്ക് എത്തുന്ന ആളാണ്. 2001 ജൂൺ 22 നമ്മളെ എല്ലാം നടുക്കി ഉറപ്പിച്ച മദ്രാസ് മെയില് കടലുണ്ടി ദുരന്തത്തിൽ പെട്ട ദിവസമായിരുന്നു. അപ്പൊ അന്ന് കാലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വരും, മെയിലിന് തന്നെ വരും എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം 4-5 മണിന് മുന്നേ ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് മിഠായി തെരുവ് കൂടി വന്ന് ആ ശങ്കരൻ ബേക്കറിയുടെ അവിടെ എത്തിയപ്പോ അത്യാവശ്യം മഴയുള്ള ഒരു ദിവസം തന്നെയായിരുന്നു, ജൂൺ ആയതുകൊണ്ട്. ഒരു ഓട്ടോറിക്ഷ വന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന്
പോരണോ ബസ് സ്റ്റാൻഡിലേക്ക്, ഈ ബസ്സിന് പോരണോ, ഞാൻ അങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ സീസൺ ടിക്കറ്റാ, എനിക്ക് ട്രെയിനിനാ പോകേണ്ടത്. അപ്പൊ പറഞ്ഞു ഇല്ലില്ല, ട്രെയിനുകളൊക്കെ ലേറ്റാണ്, നല്ല മഴയുണ്ട്, അതുകൊണ്ട് പോന്നോളൂ എന്ന് പറഞ്ഞു. എന്തോ ഒരു യാന്ത്രിക ശക്തി പോലെ 2-3 പ്രാവശ്യം ആ ഓട്ടോറിക്ഷയുടെ ആള് നിർബന്ധിച്ചുകൊണ്ട് ഇദ്ദേഹം അതിൽ യാന്ത്രികമായി കയറി, ബസ്സിൽ കയറി. അത് കഴിഞ്ഞ് കുറ്റിപ്പുറത്ത് എത്തി ഏകദേശം ഒരു 7 മണിയാവുമ്പോ തന്നെ, അതായത് മെയിൽ ഇവിടെ വന്ന് വീട്ടിലെത്തേണ്ട സമയത്ത് തന്നെ ഇദ്ദേഹം വീട്ടിലെത്തി കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കി ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വെക്കുമ്പോൾ ആദ്യത്തെ ടെലിഫോൺ അടിച്ചു. അപ്പൊ ഞാൻ തന്നെയാണ് പോയി എടുത്തത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഹമീദ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. രാമകൃഷ്ണൻ എത്തിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ വന്നല്ലോ, ഇതാ ചായ കുടിക്കാന്ന്. ഹാവു രക്ഷപ്പെട്ടു. അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ ടെലിവിഷൻ തുറന്നില്ലേ? ഞങ്ങളുടെ വീട്ടിൽ അന്ന് ടെലിവിഷനൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ പറഞ്ഞു. അയ്യോ എന്നാ കടലുണ്ടിയില് മെയില് വീണു, അപ്പോ രാമകൃഷ്ണൻ വരാറുള്ള കമ്പാർട്ട്മെന്റ് ആണ് വീണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം ആദ്യം അറിയുന്നത്. അപ്പോൾ അതിന് 2 ദിവസം മുന്നേ, അതായത് ഈ സംഭവം നടക്കുന്നതിന്റെ 48 മണിക്കൂർ മുന്നേ എൻ്റെ ചേച്ചി ബാംഗ്ലൂരുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് ഭഗവാന്റെ കോളേജിൽ തന്നെയാണ്. അപ്പോൾ അവളുടെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് അവളോട് പറഞ്ഞത്രേ, 2 വിഭൂതിയുടെ ഉണ്ട ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട്, ഒരു ഉണ്ട അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു അടുത്ത ഉണ്ട നീ നിന്നെ പോലെയുള്ള നാട്ടിലുള്ള നിന്റെ സഹോദരിക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞത്രേ. അപ്പൊ എന്നോട് ഈ വിവരം ചേച്ചി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ഭാഗ്യം എനിക്കുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞു ഈ 48 മണിക്കൂർ മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രൊട്ടക്ഷൻ ആയിരുന്നു ആ വിഭൂതി എന്ന് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ എനിക്കും ഒരു നിമിഷം പോലും അതിലൊരു ടെൻഷൻ ഉണ്ടാകാൻ ഭഗവാൻ സമ്മതിച്ചില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എൻ്റെ മുന്നിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ തന്നെ ഈ വിവരം അറിയുന്നത്. അല്ലെങ്കിൽ മെയിലിന് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ ആള് ഇങ്ങനെ ഒരു വിവരം അറിയുമ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയിണ്ടാവും. മാത്രമല്ല അച്ഛനും അമ്മേനെ സമാധാനിപ്പിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിനെ കിട്ടാത്തത് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുതൽ കോട്ടക്കൽ വരെയുള്ള സർവ്വ ആശുപത്രികളിൽ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാർ മുഴുവൻ തെരഞ്ഞുണ്ട്, മോർച്ചറിയിൽ പോയിട്ട് ഇദ്ദേഹം അവിടെ എങ്ങാനും പെട്ടിട്ടുണ്ടോന്ന്. അപ്പൊ ഭഗവാന്റെ ആ കൈത്താങ്ങില് അല്ലെങ്കിൽ ഭഗവാന്റെ ആ കൈവലയത്തിന്റെ ഉള്ളിൽ നമ്മൾ പെട്ടുകഴിഞ്ഞുവെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ ഏത് വിധത്തിലും ഭഗവാൻ അവിടെ സന്നിഹിതനായിരിക്കും എന്നുള്ളത് എനിക്ക് ആദ്യമായി തെളിഞ്ഞ ഈ 2001 ഈ സംഭവമായിരുന്നു. അതിനുശേഷം അടുത്തൊരു സംഭവം ഉണ്ടായത് 2019 നവംബറിലായിരുന്നു. 2019 നവംബറിൽ ഭഗവാന്റെ ബർത്ത്ഡേ കഴിഞ്ഞു വരുന്ന ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പൊ ഈ ശനിയാഴ്ചക്ക് 2 ദിവസം മുന്നേ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു RD മെച്ചൂർ ചെയ്ത ഏകദേശം 1 ലക്ഷം രൂപയോളം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ബാങ്കിൽ കൊണ്ടിടാനോ ഇദ്ദേഹത്തിനോട് പറയാനോ ഒന്നിനും എനിക്ക് സമയം ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ചെറുതായിട്ട് അസുഖം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശനിയാഴ്ച ഞങ്ങൾ അമ്മേനെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ ഞാൻ കരുതി സ്വാഭാവികമായിട്ട് ATM ഒന്നും പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കല്ലേ പോകണം, അപ്പൊ ഈ പൈസ നമുക്ക് ആവശ്യം വരുന്നുണ്ടാവും എന്ന് കരുതി ഞാനിത് പേഴ്സിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അമ്മേനെ കൊണ്ടുപോയി. നിർഭാഗ്യവശാൽ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മേനെ അഡ്മിറ്റ് ചെയ്യുന്ന വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു നിവൃത്തിയില്ല. എൻ്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യണതായതുകൊണ്ട് ചേച്ചി പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയി അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ നേരത്തെ പറഞ്ഞയച്ചാൽ മതി, ഞാൻ ഇന്ന് രാത്രി അമ്മേനെ നോക്കിക്കോളാന്ന് പറഞ്ഞ് അമ്മ ചേച്ചിയുടെ കൂടെ നിന്നു. ചേച്ചി അമ്മയുടെ കൂടെ നിന്നു. ഞാനും മൂപ്പരും കൂടെ തിരിച്ച് കുറ്റിപ്പുറത്തേക്ക് വരുമായിരുന്നു. അപ്പൊ വരണ വഴിക്ക് ഞാൻ പറഞ്ഞു ഏതായാലും നാളെ ഞായറാഴ്ചയാണ്, കുട്ടികളുടെ ബാലവികാസം ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് ശർക്കരയൊക്കെ വാങ്ങിക്കാൻ പ്രസാദം ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ വഴിയിൽ ഒരു കടയിൽ ഇറങ്ങി കുറച്ച് ശർക്കരയൊക്കെ വാങ്ങി. അതും ഈ പൈസയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്ത് തിരിച്ച് വണ്ടി കയറി ഞങ്ങൾ തിരിച്ചു വരികയായിരുന്നു. അപ്പൊ ഇതേ ദിവസം തന്നെ ഞങ്ങളുടെ വീട് കഴിഞ്ഞ ഒരു 2 വീടിനപ്പുറത്ത് ഒരു വിവാഹം നടക്കുന്നുണ്ട്. അപ്പൊ ആ ടീച്ചറുടെ മകന്റെ വിവാഹമാണ്. അപ്പൊ അതിന് ആൾക്കാർ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ച് കുറ്റിപ്പുറ എത്തുമ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് തിരിയണ ഒരു ടേണിംഗ് ഉണ്ട്. ആ ടേണിങ്ങിൽ ഞാൻ ഇറങ്ങി. കാരണം ഗേറ്റ് പൂട്ടിയോണ്ട് വീടിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കണം. അപ്പൊ അനിയന്റെ വീട്ടിന്റെ ഉള്ളിൽ കൂടി ഞാൻ കടന്നു വന്നിട്ട് ഈ ഗേറ്റ് തുറന്നാണ് വണ്ടി ഉള്ളിലേക്ക് ഇറക്കണം. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ പേഴ്സ് താഴെ വീണിരിക്കുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ വേറൊരു സംഭവം എന്താ വെച്ചാൽ അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അന്ന് ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയിട്ടുമില്ല. അങ്ങനെ ഞാൻ അനിയന്റെ വീട്ടിന്റെ ഉള്ളിൽ കൂടെ വന്ന് ഗേറ്റ് തുറന്ന് വണ്ടി ഉള്ളിലേക്ക് എത്തി.
അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് കുളിച്ച് രാത്രി കിടക്കും ചെയ്തു. കുറച്ചും കൂടി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മയങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ പേഴ്സിന്റെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റ് താഴെ പോകാൻ നോക്കിയപ്പോൾ അദ്ദേഹം അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങടാ നീ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പേഴ്സ് ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, അത് എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പം പേഴ്സ് വണ്ടിയിലല്ലേ, ഗേറ്റൊക്കെ പൂട്ടിയിട്ടില്ലേ, അതുകൊണ്ട് നീ നാളെ രാവിലെ എടുക്കാൻ, ഇനിയിപ്പോൾ കിടന്നുറങ്ങിക്കോന്ന് പറഞ്ഞു. ഞാനത് വെച്ചിട്ട് കിടന്നുറങ്ങും ചെയ്തു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളും ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അനിയനും ഉൾപ്പെട്ട ക്ഷേത്ര കമ്മിറ്റിയിലത്തെ ആൾക്കാരും കൂടി ഞങ്ങളുടെ വീടിന്റെ അതിൽ കൂടി വന്നിട്ട് ഇവിടെ ആരുടെയോ പൈസ പോയിട്ടുണ്ട്, നിങ്ങളുടെ ആരുടെങ്കിലും ആണോ എന്നൊക്കെ ഗേറ്റിൽ നിന്ന് ചോദിക്കുന്നത് ഞാൻ അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഏയ് ഞങ്ങളുടെ ഒന്നും ആവില്ല, പാവം ഏകദേശം 1,00,000 രൂപയോളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു പാവം ആരുടെയാണ് ആവോ പോയെന്ന്, കല്യാണത്തിന് വന്ന ആരുടെങ്കിലും ആയിരിക്കുന്നതാണ് ഇദ്ദേഹവും കരുതിയത്. അങ്ങനെ അത് കഴിഞ്ഞ് അവര് ആരെയൊന്നും കിട്ടിയില്ല എന്ന് കണ്ടപ്പോ അവരതെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തു. ഇപ്പൊ ഞാൻ ഈ ഇതൊക്കെ ഞാൻ അറിയണ്ടെങ്കിൽ എന്റെ പേഴ്സ് പോയതോ വണ്ടിയിലിരിക്കണോ ഒരു ധാരണയും എന്റെ മനസ്സിലില്ല. ഞാൻ വേഗം ഇദ്ദേഹത്തിനെ പാക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു. കുട്ടികൾക്കുള്ള പ്രസാദം ഉണ്ടാക്കി ബാലവികാസിനൊക്കെ ഒരുക്കി. അത് കഴിഞ്ഞ് ക്ലാസ്സിന് മക്കൾ വന്നിട്ട് അവരോട് ഞാൻ ഈ വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കേട്ടു, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം, ആ പൈസ പോയ ആളുടെ മനസ്സ് ഒരുപാട് നീറുണ്ടാവും, അപ്പൊ അയാളുടെ കയ്യിൽ തന്നെ ആ പൈസ എത്തണമെന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് സ്വാമിനോടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞും കുട്ടികളെ ആരത്തിയൊക്കെ എടുത്തതിന് ശേഷം ക്ലാസ് കഴിഞ്ഞ് അവർ പോയി. അത് ഇദ്ദേഹത്തിന്റെ ഷർട്ട് പാൻറ്റൊക്കെ തിരുമ്പാൻ വേണ്ടി ഞാൻ എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, വണ്ടിയിൽ നിന്ന് പേഴ്സ് എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് അനിയന്റെ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി തിരിച്ച് വണ്ടി വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് അതിന്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ വണ്ടിയിൽ പേഴ്സ് കാണാനില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ചിലപ്പോ മൂപ്പരൊക്കെ കണ്ടപ്പോൾ എടുത്തായിരിക്കും. അപ്പൊ ഞാൻ വേഗം ഫോൺ ചെയ്ത് ചോദിച്ചു, രാമചേട്ടൻ പേഴ്സെറ്റ് എടുത്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ എന്ത് പേഴ്സ്? അപ്പൊ ഞാൻ അല്ല എന്നെ കളിപ്പിക്കരുത്, എന്റെ പേഴ്സെറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ നീ എന്താ അങ്ങനെ ചോദിക്കണ പറഞ്ഞു. അപ്പൊ അല്ല അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു എത്ര രൂപ ഉണ്ടായിരുന്നു? എനിക്കൊരു RD കിട്ടിയതാണ്, നിങ്ങളോട് പറയാൻ പറ്റിയിട്ടില്ല, ഏകദേശം 1,00,000 രൂപ. അപ്പൊ എന്നോട് ചോദിച്ചു എടി അമ്പല കമ്മിറ്റിക്കാരൊക്കെ കൂടി പറഞ്ഞ ആ പൈസ നിന്റേതാണോ പേഴ്സ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ഒന്നും പറയാണ്ടായില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഈ കല്യാണ വീട്ടിലേക്ക് താലി പൂജിച്ച് കൊണ്ടുവരാൻ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിലെ ഒരു പൂജാരി വന്നിട്ടുണ്ടായിരുന്നു. വിവാഹമുഹൂർത്തം നേരത്തെയാണ്, അപ്പൊ അവർക്ക് അമ്പലത്തിൽ പോകാനൊന്നും സമയമില്ല, ആൺകുട്ടിയുടെ കല്യാണം ആയതുകൊണ്ട് പൂജിച്ചു വാങ്ങി കൊണ്ടുപോകാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ ഇയാൾ ഈ ടേണിങ്ങില് അയാളുടെ ബൈക്ക് തിരിക്കുമ്പോൾ ഒന്ന് വണ്ടി ഓഫായപ്പോ ഇയാൾ കാല് നിലത്ത് കുത്തിയത് ഈ പേഴ്സിന്റെ മുകളിലാണ്. അപ്പൊ ഇതെന്താണാവോന്ന് കരുതി എടുത്തു. അങ്ങനെയാണ് ഈ അമ്പല കമ്മിറ്റിക്കാരെ വിളിച്ച് ഇങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അവരെ ഏൽപ്പിച്ചത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഈ പൈസ നഷ്ടപ്പെട്ടു എന്ന് വിവരം എനിക്ക് മനസ്സിലായപ്പോ പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. അപ്പൊ അത് കഴിഞ്ഞപ്പോ വേഗം അനിയന്റെ കുട്ടി തന്നെ വന്നു, എന്നെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടി, ഇദ്ദേഹം ഹോസ്പിറ്റലിലാണല്ലോ, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരമൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു ഇതിന്റെ തെളിവ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അന്ന് ഞായറാഴ്ചയും കൂടിയാണ്. പക്ഷെ എന്താ അറിയില്ല, അപ്പൊ തന്നെ അവനും എന്നെയും കൂട്ടിയിട്ട് നിന്റെ ഓഫീസിന്റെ അവിടെയുള്ള RD ഏജന്റിന്റെ അടുത്ത് പോയി ആ പുസ്തകം വാങ്ങി തിരിച്ചു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ വന്നു. അപ്പൊ ഈ ശർക്കരയ്ക്ക് എടുത്ത ഈ പൈസ ഒഴിച്ച് ബാക്കി എല്ലാ പൈസയും അതിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, 1 രൂപ പോലും നഷ്ടപ്പെടാതെ മീഡിയയുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് എന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ മനസ്സിലാക്കണത് ഭഗവാൻ ആ പേഴ്സ് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം ബാലവികാസിന് മുന്നേ എന്നെ അറിയിക്കാതിരുന്നാണ്. ഒരുപക്ഷെ ഞാനത് ബാലവികാസിന് മുന്നേ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ടെൻഷൻ കാരണം ക്ലാസ് ശരിക്കും എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഭഗവാൻ അറിയാം. പിന്നെ എനിക്ക് വേറൊരു സന്തോഷം എന്താന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴും അത് സേഫായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളത് സ്വാമി എന്നെ നേരത്തെ തന്നെ എന്നെ അറിയിച്ചു. അപ്പൊ ഈ നേരത്തെ ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയ ആ ഓട്ടോറിക്ഷക്കാരനും അതേപോലെ ഇവിടെ ഈ പൂജാരിയുടെ രൂപത്തിൽ വന്നതും തീർച്ചയായും ഭഗവാൻ തന്നെയാണ്. അല്ലെങ്കിൽ ഈ പൂജാരിയിലൂടെ എനിക്ക് ആ പൈസ തിരിച്ചേൽപ്പിക്കാൻ കാരണക്കാരനായത് ഭഗവാൻ അല്ലാതെ വേറെ ആരുമല്ല എന്നുള്ളത് ഞാൻ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ പറയുകയാണ്. ഇതാണ് എൻ്റെ ജീവിതത്തില് പ്രധാന അനുഭവം ഉണ്ടായത്. ജയ് സായിരാം. സായിരാം, വളരെ നന്നായിരുന്നു കേട്ടോ തങ്കം, ഒരു ടച്ച്.
5,000 సంవత్సరాల కిందట 5,000 years ago, ఒక ఉత్తరప్రదేశ్ లోపల there in Uttar Pradesh, ఒక మాథ్యూ అనేటువంటి వాడు ఉండేవాడు. there was one Matthew. అక్బర్ ఆన్ అనేటువంటి వాడు. Akbar Wan. అతను ఎప్పుడు కూడా నేనే దైవము నేనే దైవము నేనే దైవము అనుకుంటేవాడు. He always stated, I am God, I am God. అందరూ విన్నారు, ఆశ్చర్యపడ్డారు. All were surprised to hear this ఏమిటి statement. పిచ్చివాడా ఏమిటి? Probably he's a madcap. ఎందుకు ఈ విధంగా చెప్తున్నాడు? Why should he declare that? అహంకారమా ఏమిటి Is it ego that అని made ఇంకా him say? కొంతమంది ఈ పండితులకందరికీ ద్వేషం పూనింది. Scholars, they had hatred towards him. ఇన్ని విద్యలు నేర్చినప్పటికీ మేమే దైవమని మేము చెప్పటం లేదే. With all the scholarship, we don't declare that we ఈ are పిచ్చి God. మనిషి అక్బర్ ఆన్ అనేటువంటి నేనే దైవం అంటున్నాడే It's only this madcap who declares that I am God, I am అని God. రాజు దగ్గర పోయి ఫిర్యాదు చేశారు. They made a complaint, lodged a రాజు complaint కూడా to the అనేక king. రకములుగా విచారణ సలిపాడు. And king made full inquiry. కట్టగడపటికి ఎక్కువ ఈ యొక్క ప్రచారానికి విరుద్ధంగా కంప్లైంట్లు వచ్చాయి. And there are many complaints against this man. ఈ పండితులు కూడాను రాజు దగ్గర చేరారు. The scholars also assembled. పండిత అనగా ఏమిటి? Who is Pandita scholar? పండిత సమదర్శన. Pandita, equal ఈ mindedness. సమదర్శనం లేనటువంటి పండితులు ఈ వికారమును అభివృద్ధి పరచుకొని అతనిపై ద్వేషమును పూనుతూ వచ్చారు. A true scholar, Pandita, is one with equanimity, equal mindedness. రాజుకు చెప్పారు, రాజా మేము ఇట్లాంటి పిచ్చివాడిని ఈ యొక్క జగత్తులో పెట్టుకుంటే మేము ఈ గ్రామాన్ని వదిలిపోతాము, మీ సంస్థానమే వదిలిపోతాము అని ప్రతిజ్ఞ చేశారు. They are not true scholars in the strict sense of the term. Therefore, they complained to the king, we don't want to be here in ఏం the court. చేయాలి అన్నారు. Then king said, what is to be done? వీడికి దైవం అయితే కాళ్ళు కొట్టేసేయండి చూద్దాం. Then they said, if he is really God, amputate his leg. అతను ఆ యొక్క ఆజ్ఞ ఇచ్చాడు. And command was given. కాళ్ళు కొట్టేసేస్తుంటే అప్పుడు కూడా నేనే దైవం అన్నాడు. When he was amputated, he still claimed, అతను I am God. బాధపడలేదు. ఆ కారేటువంటి రక్తం అంతా కూడాను నేనే దైవం అంటున్నది. The bleeding continued heavily. It started repeating, I am God. అప్పుడు రాజు చాలా బాధపడ్డాడు. King felt so bad. జ్ఞానరహితులైనటువంటి ఈ యొక్క పండితుల వల్ల నేను ఇంత పాపకార్యం చేశాను. The king felt so sad for his action, going by the words, dictates of ఇతను this unwise పరమ భక్తులు పవిత్రమైనటువంటి జీవి. He could understand that he is an ardent devotee. అని అతన్ని వర్ణించి అతను చెప్పినటువంటిది సత్యం అని వర్ణించాడు. He praised him and ultimately said, what he said is true. നിഹാര ഭജന പാടിക്കോളൂ. സൈരാ സായിരാം. ഹേ രാമദൂത ഹേ രാമഭക്ത ഹേ രാമദാസ നമോ നമോ. ഹേ രാമദൂത ഹേ രാമഭക്ത ഹേ രാമദാസ നമോ നമോ. സീതാമാതാ ശോക വിനാശ സീതാമാതാ ശോക വിനാശ അനാഥനാഥ നമോ നമോ. അനാഥനാഥ നമോ നമോ. മാരുതിരായ മഹാനുഭാവ മാരുതിരായ മഹാനുഭാവ അതിബലവന്ത നമോ നമോ. നിരാഞ്ജനേയ നമോ നമോ. ഹേ രാമദൂത ഹേ രാമഭക്ത ഹേ രാമദാസ നമോ നമോ. സൈറാം. സായിരാം. വളരെ നന്നായിട്ട് പാടി മോളെ കേട്ടോ. സായി ഉപമ. ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ ജനിച്ചു, വൃന്ദാവനത്തിൽ വളർന്നു, മധുരയിലും ദ്വാരകയിലും ഭരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ശ്രീകൃഷ്ണൻ ജനിച്ച ഗോകുലം നിങ്ങളുടെ മനസ്സാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ പാത പിന്തുടരുന്ന എല്ലാ മനസ്സുകളിലും ഇന്നും ശ്രീകൃഷ്ണൻ ജനിക്കുന്നു. അദ്ദേഹം വളർന്ന വൃന്ദാവനം നിങ്ങളുടെ ഹൃദയമാണ്.
ദിവ്യ പ്രേമം വളർന്ന് വികസിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും അദ്ദേഹം വളരുന്നു. നിങ്ങളുടെ ചിത്തത്തെ അഥവാ ബുദ്ധിയെയാണ് ശ്രീകൃഷ്ണൻ ഭരിക്കുന്നത്. മധുര നിർവികൽപ്പ തലത്തിലേക്ക്, അതായത് ഈശ്വരനുമായി പൂർണ്ണമായും താതാത്മ്യം പ്രാപിക്കുന്ന തലത്തിലേക്ക് എത്തുന്നതിനാണ് ദ്വാരക എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തെ ചക്രവർത്തിയായി സ്വയം അവരോധിച്ച് സ്ഥിരമായി വിരാജിക്കുന്നു. നിങ്ങളുടെ അഭിലാഷവും ഭക്തിയും ഭഗവാൻ നിങ്ങളിൽ ഇങ്ങനെ വളരണമെന്ന ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വയം രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ജയ് സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. സായിരാം. സായിരാം.